സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഐ ആം നോട്ട്. ലോകത്തെ മേൽകീഴ് മറിക്കാൻ പോകുന്ന പവറാണ് ഗോസ്പൽ. ഇറ്റ് ഈസ് എ പവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. പവർ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഭയപ്പെടരുത്. നമ്മുടെ ദൈവം കർത്താവാണ്. നമ്മുടെ ദൈവം കർത്താവാണ്. നമ്മുടെ ദൈവം കർത്താവാണ്. നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് നമുക്ക് റോമാലേഖനം പഠിക്കാം. ഇന്ന് റോമാലേഖനത്തിൻ്റെ എത്രാം അധ്യായം പറയുമെന്നാണ് പറഞ്ഞിരുന്നത്? കഴിഞ്ഞ മാസം പറഞ്ഞില്ല. വണ്ടർഫുൾ. ഏതാണ്? 7. ഓ വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ പറയത്തില്ലായിരിക്കും. 7 അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ 7-ാമത്തെ അധ്യായം നമ്മൾ 6 അധ്യായം പറഞ്ഞിട്ടില്ല, മറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പെട്ടെന്ന് സീരിയലിൻ്റെ റീക്യാപ്പ് വേഗം ഇങ്ങോട്ട് നോക്കിയേ. പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, റോമാലേഖനം ചർച്ച ചെയ്യുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ത്രൂ ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെയുള്ള നീതീകരണമാണ് റോമാലേഖനം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെയുള്ള നീതീകരണം. അപ്പോൾ അത് ചർച്ച ചെയ്യാൻ വേണ്ടി അപ്പസ്തോലന്മാർ ക്രിസ്തു നമ്മളെ എങ്ങനെ നീതീകരിച്ചു എന്ന് പറയാൻ വേണ്ടി അപ്പസ്തോലന്മാർ ആദ്യം പറഞ്ഞത് പാപത്തിൻ്റെ ഭയാനകത. അപ്പോൾ ക്രോധത്തിൻ്റെ ക്യാൻവാസിലാണ് കരുണയുടെ ചിത്രം വരച്ചത്. എന്താ പറഞ്ഞേ? ക്രോധത്തിൻ്റെ ക്യാൻവാസിലാണ് കരുണയുടെ ചിത്രം വരയ്ക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്രോധം എന്തിനു നേരെ? മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവം പരിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ ക്രോധം വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ദൈവത്തിന് തിന്മ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. 2 ടൈപ്പ് ഓഫ് ആങ്കർ ഞാൻ പറഞ്ഞിരുന്നു. സിമ്മറിങ് ആങ്കർ, ബോയിലിംഗ് ആങ്കർ. പറഞ്ഞ ഓർമ്മയുണ്ടോ? സ്റ്റൗവിലെ മറ്റേ സിമ്മ് ഓർമ്മയുണ്ടോ? അന്നുണ്ടായിരുന്നവര് ഇന്നലെയുള്ളവരോ ഇന്നില്ലല്ലോ. അന്നുണ്ടായിരുന്നവർ ഇന്ന് ഇല്ല. ഇപ്പോഴുള്ളവരെ അടുത്ത മാസം കാണാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് അന്ന് കേട്ടവരൊന്നും ഇവിടെ ഇല്ല, പോയെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നോ നിങ്ങൾ? എന്നിട്ടാണോ മിണ്ടാതിരിക്കുന്നേ? ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ദൈവത്തിന് ഗോഡ് ക്യാൻ നെവർ ടോളറേറ്റ് സിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ ക്രോധം സിമ്മറിംഗ് ഉണ്ട്, ബോയിലിംഗ് ഉണ്ട്, സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്, ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കഴിഞ്ഞാൽ ദൈവം തിന്മ വെച്ച് വെറുപ്പിക്കില്ല. അതൊക്കെ പറഞ്ഞായിരുന്നോ? ദൈവം പരിശുദ്ധനാണ്, നീതിമാനാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും തിന്മ പ്രവർത്തിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും മേൽ ദൈവത്തിൻ്റെ ക്രോധം ഉണ്ട്. സുവിശേഷത്തിന് മുമ്പുള്ള പശ്ചാത്തലം നമ്മൾ പറയാം. നമ്മൾ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിലാണ്. ഇത് പറഞ്ഞപ്പോൾ അപ്പസ്തോലൻ പാപത്തിൻ്റെ വിവിധ തലങ്ങൾ വിശദീകരിച്ചു. പാപത്തിൻ്റെ വിവിധ തലങ്ങൾ. അപ്പം ഞാൻ 3 തലങ്ങൾ പറഞ്ഞു. 3 തലങ്ങൾ ഇതിനോടകം ഞാൻ പറഞ്ഞു അല്ലേ? 2 തലം പറഞ്ഞു. എന്താണ്? 1 പ്രവർത്തികളിലുള്ള പാപം, 2 മനോഭാവത്തിലുള്ള പാപം. പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാൻ 50,000 രൂപയുടെ വഴി കിടക്കുന്നു, എടുക്കാൻ പോയി, എടുത്തില്ല. പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇന്നലെയുള്ളവരോ ഇന്നില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞവരെല്ലാം കാനഡയ്ക്ക് പോയി, ജോലി കിട്ടി കാനഡയ്ക്ക് പോയിരിക്കണവരെല്ലാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ. അപ്പം നമ്മൾ പ്രവർത്തിച്ചില്ല, പക്ഷേ നമ്മുടെ അകത്ത് എന്തുണ്ട്? പാപമുണ്ട്. മോഷ്ടിച്ചില്ല, പക്ഷേ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നേക്കുമായി ഈ ജോലി അവസാനിപ്പിച്ചാലോ എന്നൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. മോഷ്ടിച്ചിട്ടില്ല, പക്ഷേ മോഹിച്ചിട്ടുണ്ട്. അങ്ങനെയാ പറഞ്ഞേ. ബൈബിളിൽ അങ്ങനെ തന്നെ. മോഷ്ടിച്ചിട്ടില്ല, പക്ഷേ മോഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ 1 പുറത്ത് പ്രവൃത്തികളിലുള്ള പാപം, അതാണ് 1-ാം അധ്യായം ചർച്ച ചെയ്തത്. 2-ാം അധ്യായം ചർച്ച ചെയ്തത് മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന പാപം. പ്രവർത്തിച്ചില്ലെങ്കിലും അകത്ത് കിടന്നാലും പാപം തന്നെയാണ്. ഞാൻ അതിനൊരു ഉദാഹരണം കാണിച്ചായിരുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ ചാണകം കൊണ്ടുവന്ന് വെച്ചു. ഞാൻ നിർത്തുകയാണ്. ഞാൻ ചാണകം കൊണ്ടുവച്ചു. അതിൻ്റെ മുകളിൽ ഞാൻ എന്തിട്ടു?
പച്ചക്കറി നട്ടോ, എന്താ വെള്ളത്തുണി. വെള്ളത്തുണി ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ചാണകം വെള്ളത്തുണി ഇട്ട് പൊതിഞ്ഞു വെച്ചാലും അത് ചാണകം തന്നെയാണ്, അതെടുത്ത് ആരും അടുത്താരെയും വെക്കില്ല. വെക്കുവോ? സ്വർഗം. അപ്പോൾ അതുകൊണ്ട് അകത്തിരുന്നാലും പുറത്തിരുന്നാലും പാപം പാപം തന്നെയാണ്. അതൊക്കെ പറഞ്ഞിരുന്നു, പറഞ്ഞു. ഇനി 2 തലത്തിലുള്ള പാപം കഴിഞ്ഞു. ഒന്ന് പ്രവൃത്തിയിലുള്ള പാപം, 2-ാം അധ്യായം ചർച്ച ചെയ്തത് മനോഭാവത്തിൽ, മനസ്സിൽ അകത്ത് കിടക്കുന്ന പാപം. ഇനി 3-ാമത്തെ ഒരു തലം, അതാണ് നമ്മൾ 7-ാം അധ്യായത്തിൽ കാണാൻ പോകുന്നത്. പാപത്തിന്റെ 3-ാമത്തെ തലം, അതാണ് 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ വായിക്കേണ്ടത് 14 മുതലുള്ള വാക്യങ്ങളാണ്. 7-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ ഈ അധ്യായത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും റോമാലേഖനം മുന്നോട്ട് പോകുമ്പോൾ. ഇപ്പോൾ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിന്റെ കീഴെ വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്, എങ്ങനെ പ്രവർത്തിക്കുന്നത്? എനിക്കിഷ്ടമില്ലെങ്കിലും എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും ചെയ്തു പോകുന്നത്, ഞാൻ പാപം ചെയ്തു പോകുന്നത്, എനിക്ക് പാപം ചെയ്യണമെന്ന് ആഗ്രഹമില്ലെങ്കിലും ഞാൻ പാപം ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്? ഞാനല്ല, ആ വാക്ക് ശ്രദ്ധിക്കണം, ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്നിൽ കുടികൊള്ളുന്ന പാപം, എന്നിൽ വസിക്കുന്ന പാപം. 18-ാമത്തെ വാക്യം, അതായത് എന്നിൽ, എൻ്റെ ശരീരത്തിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യം, നന്മ ഇച്ഛിക്കാൻ എനിക്ക് കഴിയും. നന്മ ഇച്ഛിക്കാൻ എനിക്ക് കഴിയും. നന്മ, അതായത് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ എനിക്ക് കഴിവുണ്ട്. നന്മ ചെയ്യണം, എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കണം, ആരോടും ചൂടാവരുത്, അസൂയപ്പെടരുത്, അഹങ്കാര വർത്താനം പറയരുത്, എല്ലാവരോടും എളിമയോടെ പെരുമാറണം, എല്ലാവരെയും താഴ്മയോടെ ശുശ്രൂഷിക്കണം. ഇതെല്ലാം എൻ്റെ ആഗ്രഹമാണ്. പക്ഷേ നടക്കുന്നില്ല അല്ലേ? ഇതെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ? പള്ളിയിലിരിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നന്നായിട്ട് പെരുമാറണം, ഇന്ന് കെട്ടിയോനെ തന്തയ്ക്ക് വിളിക്കാൻ പാടില്ല, ഇന്ന് കെട്ടിയോനെ ചീത്ത വിളിക്കാൻ പാടില്ല, ഇന്ന് ഭാര്യയിട്ട് ഇടിക്കാൻ പാടില്ല, ഇന്ന് പിള്ളേരെ തെറി വിളിക്കരുത്, ഇന്ന് എല്ലാവരോടും നന്നായിട്ട് പെരുമാറണം, ഓഫീസിൽ ഇന്ന് വളരെ നീറ്റായിരിക്കണം, ആരോടും ദേഷ്യപ്പെടരുത്. ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അപ്പം നന്മ ആഗ്രഹിക്കാൻ എനിക്ക് പറ്റും, പക്ഷേ നല്ലത് ചെയ്യാൻ പറ്റുന്നില്ല. 19, ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, മറിച്ച് ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോ 20, ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല. രണ്ടാമത് വീണ്ടും പറയാണ്, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എന്നിൽ കുടികൊള്ളുന്ന പാപം. നോട്ട് ചെയ്ത് വെച്ചോണം. 2-ാമത്തെ തവണ പറയുകയാണ്, എന്നിൽ കുടികൊള്ളുന്ന പാപം, എന്നിൽ വസിക്കുന്ന പാപം. അടുത്ത വാക്യം, അങ്ങനെ നന്മ, എപ്പോഴും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം. ഇതാണ് പാപത്തിന്റെ 3-ാമത്തെ തലം. നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു മേഖലയാണിത്. എന്തെന്നറിയാമോ? നന്മ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പ്രവൃത്തിയിലെ പാപമല്ല, മനോഭാവത്തിലെ പാപമല്ല. ആ തലം കഴിഞ്ഞിട്ട് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നന്മ ചെയ്യാൻ പറ്റാത്തതുപോലെ അപ്പസ്തോലൻ പറയാണ്, എന്നിൽ പാപം വസിക്കുന്നു, എന്നിൽ പാപം കുടികൊള്ളുന്നു. ഇനി എന്നിൽ എന്ന് പറഞ്ഞാൽ എന്നിലെ എവിടെയാണ്? അതാണ് താഴോട്ട് വരുമ്പോൾ കാണുന്നത്. വായിക്കാം. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമത്തിൽ സന്തോഷിക്കുന്നു, എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അവയവങ്ങളിൽ. അടുത്തത്, അതെൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന്. അപ്പൊ ഈ പാപത്തിന്റെ തലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവയവങ്ങളിൽ വസിക്കുന്ന പാപം. അവയവങ്ങളിൽ വസിക്കുന്ന പാപം. സിൻ ലിവ്സ്
ഇൻ മൈ മെമ്പേഴ്സ് ഓഫ് മൈ ബോഡി, എൻ്റെ അവയവങ്ങളിൽ വസിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ കയ്യിൽ പാപം വസിക്കുന്നു, കാലിൽ പാപം വസിക്കുന്നു, കണ്ണിൽ പാപം വസിക്കുന്നു എന്നല്ല, മറിച്ച് എന്താണ്? ഇത് ശ്രദ്ധിച്ചേ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ആരും നമ്മളെ ഒന്ന് തെറി വിളിച്ചിട്ടില്ല, ആരും നമ്മളോട് ഒന്ന് ദേഷ്യപ്പെട്ടിട്ടില്ല, ആരും നമ്മളെ തെറി പറഞ്ഞിട്ടില്ല, പുലഭ്യം പറഞ്ഞിട്ടില്ല, അപമാനിച്ചിട്ടില്ല. ഒരു ഫൈൻ മോർണിംഗ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ ആരും ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ഭയങ്കര ദേഷ്യം. ഇങ്ങനൊരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളവരെന്ന് കൈവയ്ക്കേ. അയ്യോ, അപ്പം ഞാൻ തന്നെയല്ല. ഇങ്ങനെ ഉണ്ടല്ലോ, ഉണ്ട്. നന്നായിട്ട് ജീവിക്കണമെന്നെല്ലാം ആഗ്രഹിച്ച് ഇന്ന് ഒരു അശുദ്ധ ചിന്തയും ഉണ്ടാവാൻ പാടില്ല, ഇന്ന് ക്ലീൻ ആയിരിക്കണം എന്നോർത്തിരിക്കുമ്പോഴാണ് ഒരു 11 മണിയാവുമ്പോൾ വാണ്ടടാ കയറി വരുന്നു. ഞാൻ ചോദിക്കുന്നില്ല, അത് മാനക്കേടാവും എന്നുള്ളതുകൊണ്ട് അത് ഞാൻ ചോദിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു കൈവക്കാൻ ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. അസൂയ, മോഹം, ക്രോധം, കോപം, വൈരാഗ്യം, പിണക്കം, ഇഷ്ടക്കേട്. ഒരു കാരണവുമില്ല എനിക്ക് പോൾസം ബദറിനെ ഇടിക്കാൻ തോന്നുകയാണ്, ഒരു കാരണവുമില്ല. മനസ്സിലായില്ലേ? എന്താണ്? ചെവിക്ക് പിടിച്ച് കിഴക്കാൻ തോന്നുകയാണ്. ഒരു കാരണവുമില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഒരു ഹരിശം വരികയാണ്. ഇതിനെ അപ്പസ്തോലൻ വിളിക്കുന്ന പേരാണ് അവയവങ്ങളിൽ വസിക്കുന്ന പാപം. ഉണ്ടോ ഇത്? പ്രവർത്തികളിലെ പാപം എല്ലാം ഒഴിവാക്കി, ഒരു പാപവും ചെയ്യുന്നില്ല. 2 കൈയും കെട്ടിയാണ് ജീവിക്കുന്നത്, കണ്ണടച്ചു വെച്ചിരിക്കുകയാണ്. കാത് ഇയർബഡ് വെച്ച് അടച്ചേക്കാണ്. മനസ്സിലായോ? നോട്ടമില്ല, കേൾവിയില്ല, കൈ കെട്ടി വെച്ചിരിക്കുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല, കുനിഞ്ഞായിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുകയാണ്. പ്രവൃത്തി പാപം ഉണ്ടോ? അപ്പം ഇല്ല, പ്രവർത്തിക്കുന്നില്ല. മനസ്സിലെ പാപം ഒരു പരിധി വരെ ഒഴിവാക്കി, മനസ്സിലും പാപമില്ല എന്ന് വെച്ചോ. എന്ന് പറഞ്ഞാൽ പാപം ചിന്തിക്കുന്നുമില്ല, അവനിട്ടൊരെണ്ണം കൊടുത്താലോ എന്ന് ചിന്തിക്കുന്നുമില്ല. അങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കുമ്പോഴാണ് എവിടെ നിന്നെന്നറിയാതെ കയറി വരുന്നു. ഇതിനെ അപ്പസ്തോലൻ വിളിക്കുന്ന പേരാണ് അവയവങ്ങളിലുള്ള പാപം. ഇതുള്ളതാണോ? ഞാൻ ഉണ്ടാക്കി പറയുന്നതാണോ? അയ്യോ, ഇതാണ് സത്യം. ഇതിനെ കാത്തലിക് തിയോളജി, കത്തോലിക്ക ദൈവശാസ്ത്രം വിളിക്കുന്നത് കോൺക്യുപ്പീഷൻസ് എന്നാണ്. പാപാസക്തി. കോൺക്യുപ്പീഷൻസ്, പാപാസക്തി. എന്താണ് അതിന്റെ പേര്? പറ. പാപാസക്തി, കോൺക്യുപ്പീഷൻസ്, പാപാസക്തി. പാപം ചെയ്യാനുള്ള ഒരു വാസന ശരീരത്തിൽ എവിടെയോ കിടക്കുകയാണ്. ഇത് എവിടെ കിടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ ആ ഭാഗം ചെത്തിക്കളഞ്ഞിട്ടും രക്ഷപ്പെടായിരുന്നു. പക്ഷെ ഇത് എവിടുന്നാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ, അല്ലേ? നിങ്ങൾ ഈ പരീക്ഷയൊക്കെ, ഭയങ്കര ടഫായ പരീക്ഷയ്ക്ക് എക്സാം ഹോളിൽ പോയിരിക്കുന്ന സമയത്ത് പിള്ളേർക്ക് മനസ്സിലാവും, എവിടുന്നാന്ന് അറിയാൻ പാടില്ല, ഒരു വേവ് കയറി വരികയാണ്. അത് എവിടുന്നാണ് വരുന്നത്? അതിൻ്റെ റൂട്ട് ആരെങ്കിലും, ഏതെങ്കിലും സ്റ്റുഡൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? എവിടുന്നാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ പോലാണ് പാപാസക്തി, അവയവങ്ങളിൽ വസിക്കുന്ന പാപം. നിങ്ങളോട് ഞാൻ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വർത്തമാനം പറയാൻ പോവാണ്. അതുകൊണ്ട് തീരുമാനമെടുത്ത് പാപം ഉപേക്ഷിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഒരു മിത്താണ്, അതൊരു അസാധ്യതയാണ്, അതൊരു സങ്കല്പമാണ്, അതൊരു ഇമ്പോസിബിലിറ്റി ആണ്. എത്ര തീരുമാനം എടുത്താലും അറിയാതെ കയറി വരും. ഇതാണ് അപ്പസ്തോലൻ 3 പറയുന്നത്, അല്ലയോ ഞാൻ ദുർഭകനായ മനുഷ്യൻ, പാപം നിറഞ്ഞ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? See, this is the severest human predicament. This is the ultimate crisis in which we find ourselves in. This is the ultimate crisis. നമുക്ക് ഒരു രക്ഷയില്ല. ധ്യാനം കൂടി, പ്രാർത്ഥിച്ചു, പിന്നെ തീരുമാനം എടുത്തു. എത്ര നാളത്തേക്ക്? പറ. കൂടിപ്പോയ 4 ദിവസം. ജനുവരി 1-ാം തീയതി എടുത്ത എത്രയോ നല്ല തീരുമാനങ്ങൾ 4-ാം തീയതി മരിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്, അല്ലേ? നല്ല 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 തീരുമാനങ്ങൾ.
അല്ലയോ ഞാൻ ദുർഭകനായ മനുഷ്യൻ. അപ്പൊ പാപത്തിന്റെ മൂന്നാമത്തെ തലം അവയവങ്ങളിലുള്ള പാപം. ഇപ്പൊ 3 തലം പറഞ്ഞു. 1 പ്രവൃത്തിയിലുള്ള പാപം, 2 മനോഭാവത്തിൽ മനസ്സിനകത്ത് കിടക്കുന്ന പാപം, ചിന്തകളിലുള്ള പാപം, 3-ാമത്തേത് അവയവങ്ങളിലുള്ള പാപം. ഹോർമോണൽ ചേഞ്ച്, അഡ്രിനാലിന്റെ പ്രവർത്തനം എന്നൊക്കെ വേണേൽ പറയാം. മനസ്സിലായി? പെട്ടെന്നൊന്നും അറിയാൻ പാടില്ല, ഇത് ഓരോന്ന് കയറി വരികയാണ്. മനസ്സിലായോ? ചില സമയത്ത് ആരോടും മിണ്ടാൻ തോന്നത്തില്ല. ചില സമയത്ത് വല്ലവരും ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോലും അവൻ്റെ ഒരു ഗുഡ് മോർണിംഗ്. ഇത് തീരുമാനിച്ചിട്ടാണോ? അല്ല, നമ്മൾ നൈസായിട്ട് പെരുമാറണമെന്നാണ് നമ്മുടെ തീരുമാനം. രാവിലെ മെഡിറ്റേഷൻ എടുത്ത തീരുമാനം അതായിരുന്നു. എന്ന് എല്ലാവരോടും നന്നായിട്ട്. പക്ഷെ നമ്മളെ ഒരാൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അകത്തുനിന്ന് ഒരു അരിശം കയറി വരികയാണ്. അയാൾ വല്ലതും ചെയ്തിട്ടാണോ? പറ. ഒന്നും ചെയ്തിട്ടല്ലെന്ന്. അവയവങ്ങളിലുള്ള പാപം. മറ്റേത് 2 ഉപേക്ഷിച്ചാലും ഈ സാധനം കിടക്കും. സമ്മതിക്കാവോ? 4-ാമത്തെ തലം. ഇതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഷോക്ക് ചെയ്യാൻ പോകുന്നത്. 4-ാമത്തെ തലം, പാപത്തിന്റെ 4-ാമത്തെ തലം നമ്മുടെ നന്മ പ്രവർത്തികൾ. പാപത്തിന്റെ 4-ാമത്തെ തലം നമ്മുടെ നന്മ പ്രവർത്തികൾ. അതെങ്ങനെ നന്മ പ്രവൃത്തി എങ്ങനെ പാപമാവുന്നേ? അത് നന്മയല്ലേ? എങ്ങനെ എഴുതിയാലും ശരിയാക്കാൻ പറ്റാത്തൊരു വാക്ക് പറയാവോ? എങ്ങനെ എഴുതിയാലും ശരിയാക്കാൻ പറ്റാത്തൊരു വാക്ക് പറയാവോ? തെറ്റ്. എങ്ങനെ എഴുതിയാലും ശരിയാവത്തില്ല. തെറ്റ്. സി, നന്മ എങ്ങനെ തിന്മയാവുന്നേ? നമ്മുടെ നന്മ പ്രവർത്തികൾ അതെങ്ങനെ തിന്മയാവുന്നേ? അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. മനുഷ്യൻ ചെയ്യുന്ന ഏത് നന്മ പ്രവർത്തിക്കും 2 പ്രശ്നങ്ങളുണ്ട്. 1-ാമത്തെ പ്രശ്നം, നന്മ ചെയ്തതിനെക്കുറിച്ച് ഒരഹങ്കാരം. നിങ്ങൾ ഇന്ന് ധ്യാനത്തിന് നേരത്തെ വന്നിട്ട് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കുറേ പേര് കസേരയില്ലാതെ നിൽക്കുകയാണ്. അപ്പം നിങ്ങളിങ്ങനെ ഉള്ളിൽ ചിന്തിക്കും, ഞാൻ നേരത്തെ വന്ന് നിൽക്കുന്നുണ്ടില്ലേ? താമസിച്ചു വന്നാൽ ഇങ്ങനെ ഇരിക്കും. എന്താ സംഭവം? നിങ്ങൾ പള്ളിയിൽ നേരത്തെ പോകുന്ന ആളാണ്. പള്ളി താമസിച്ച് വരുന്ന ഒരാളെ നിങ്ങൾ സമാധാനം കൊടുക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് ഒരാൾ വരുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ വന്ന് താമസിച്ച് വരുന്ന കണ്ടില്ലേ? ചെയ്ത നന്മയെക്കുറിച്ചുള്ള നിങ്ങൾ ഡാനിയലച്ഛന് ഒരു 10,000 രൂപ തന്നു. വേണ്ട, 10,000 വേണ്ട, ഒരു 10 കോടി രൂപ തന്നു. നിങ്ങളായതുകൊണ്ടാണ് ഞാൻ എത്രയും ജനറസ് ആയിട്ട് പറയാം. സ്വത്രാഴ്ച പോലും ഇടാത്ത ടീമുകളാണ്. അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നറിയാം. ഞാൻ ഒരിക്കലും തരാൻ പോണില്ല. 10 കോടി രൂപ തന്നു നിങ്ങൾ എനിക്ക്. 10 കോടി. അത് 1, 2 അല്ല, എത്ര? 10 കോടി. ഞാൻ ഒരു ഉളുപ്പും ഇല്ലാതെ വാങ്ങുകയും ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ വൈകല്യങ്ങളിൽ ഒന്നാണ് ആബ്സെന്റ് മൈൻഡഡാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ, 1 ഞാൻ ആളെ മറന്നു പോവും. 2 ചിലപ്പോൾ ഇങ്ങനെ വണ്ടി കൂടിച്ച് പോകുമ്പോൾ വഴിയിൽ ആരെങ്കിലും നിൽക്കുന്നതോ ചിരിക്കുന്നതോ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാലം വെച്ചിങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാല് കോസവും പാടിയിൽ വിള്ളൽ വീണ് കിടക്കുന്നു, മുല്ലപ്പെരിയാറ് പൊട്ടുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആലോചിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആലോചിക്കുന്നതിനിടയിൽ ഞാൻ നിങ്ങളെയൊന്നും കാണില്ല. 10 കോടി രൂപ തന്ന ആള് എന്നെ ആ വഴിയിൽ നിന്ന് ചിരിച്ചു കാണിച്ചു. ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി. മനഃപൂർവ്വമല്ല, മൈൻഡ് ചെയ്യാതെ പോയി. ഇയാൾക്ക് എന്നാ തോന്നും? പറ, ഉള്ളതുപോലെ അങ്ങ് തുറന്ന് പറ. മ്ലേച്ഛൻ, ശുംഭൻ, നാണം കെട്ടവൻ, നാണവും മാനവും ഇല്ലാത്തവൻ. 10 കോടി എണ്ണി വാങ്ങുമ്പോ എന്തോ ഒരു കിണിയായിരുന്നു. കിണി. കാശ് വാങ്ങിച്ചു കഴിഞ്ഞ് വഴി കണ്ട അറിയത്ത പോലുമില്ല. നാണമില്ലാത്തവൻ. പൈസ കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അഹങ്കാരമുണ്ട്.
മനുഷ്യന്റെ എല്ലാ നന്മ പ്രവൃത്തിയുടെയും പിന്നിൽ ചെയ്തു എന്ന ഒരഹങ്കാരമുണ്ട്. സമ്മതിക്കാവോ? ഉണ്ടെന്ന്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ക്ഷമിച്ചു. എത്ര തവണ ക്ഷമിച്ചു? 9 പ്രാവശ്യം ക്ഷമിച്ചു. 9 പ്രാവശ്യം ക്ഷമിച്ചു. ലോകത്ത് എനിക്കറിയാവുന്ന ഒരുമാതിരിപ്പെട്ട കെട്ടിയോമാരൊന്നും 9 തവണ വരെ ക്ഷമിച്ചിട്ടില്ല. 9 മാക്സിമം നമ്പറാണ്. 9 തവണ ക്ഷമിച്ചു. 10ാമത്തെ തവണ ഭാര്യ അതേ പ്രശ്നം കാണിച്ചു. നിങ്ങൾ എന്നാ പറയാൻ പോണേന്നറിയാമോ? കഴിഞ്ഞ 9 തവണ ഞാൻ നിന്നോട് ക്ഷമിച്ചതാണ്. ഇപ്പൊ ഈ പറയുന്നതേ ആ ക്ഷമിച്ചതിനെ കുറിച്ചുള്ള അഹങ്കാരമാണ്. ആ ക്ഷമിച്ച 9 കഴിഞ്ഞ 9 തവണ ഞാൻ നിന്നോട് ക്ഷമിച്ചതാണ്. ഒന്ന്. രണ്ടാമത്തേത്, ചെയ്തതിന് പ്രതിഫലം കിട്ടണമെന്നുള്ള ആഗ്രഹം. ഒന്ന്, ചെയ്തു എന്ന് പറയുന്ന അഹങ്കാരം. 2, ചെയ്തതിന് പ്രതിഫലം കിട്ടണം എന്ന അഹങ്കാരം. ലോകത്തെ ഏറ്റവും ഉദാത്തമായ സ്നേഹത്തിന്റെ പ്രതീകമായി കവികളും കലാകാരന്മാരും വാഴ്ത്തിപ്പാടിയ സ്നേഹമാണ് മാതൃസ്നേഹം, അമ്മയുടെ സ്നേഹം. ആ അമ്മ പോലും ഇടയ്ക്കിടയ്ക്ക് പറയും, 10 മാസം നിന്നെ ഞാൻ ചുമന്നതാടാ. കണക്ക്. 2, ഈ പെറ്റു വളർത്തിയതിനും പോറ്റി വളർത്തിയതിനും ഒക്കെ ഭൂമിയിലുള്ള എല്ലാ അമ്മമാരും മക്കൾ തങ്ങളെ നോക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടോ? ഉള്ളതുപോലെ പറ. ഉണ്ട്. ഈ ജഡത്തിൽ ചെയ്ത എല്ലാ നന്മ പ്രവൃത്തിയെക്കുറിച്ചും അഹങ്കാരമുണ്ട്, പ്രതിഫല ഇച്ഛയുമുണ്ട്. അഹങ്കാരവും പ്രതിഫലിച്ചയും. സോ pride and profit motive. Pride and profit motive. Every good action is contaminated by pride and profit motive. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും അഹങ്കാരം കൊണ്ടും പ്രതിഫലേച്ഛ കൊണ്ടും മലിനമായതാണ്. പാപത്തിന്റെ 4ാമത്തെ തലം, മനുഷ്യൻ നന്മ ചെയ്താലും അത് നന്മയല്ല. അതുകൊണ്ട് ഞാൻ 3-4 ഉദാഹരണം ബൈബിളിൽ നിന്ന് കാണിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ നന്മ പ്രവൃത്തികളെ ബൈബിള് വിളിച്ച പേരാണ് മലിനവസ്ത്രം. മനുഷ്യന്റെ നന്മ പ്രവൃത്തികളെ ബൈബിൾ വിളിച്ച പേരാണ് മലിനവസ്ത്രം. യെശയ്യാ പ്രവചനം 64-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 64-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 64-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം. യെശയ്യാ 64:5. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? അത് എത്രാമത്തെ വാക്യമാ? 6. എൻ്റെ ബൈബിളിൽ 5. ഞങ്ങളെല്ലാം അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികളെല്ലാം മലിന വസ്ത്രം പോലെയുമാണ്. ഞാൻ ഇത്രയും കാലവും പറയാൻ മടിച്ചിരുന്ന ഒരു വാക്ക് POC ബൈബിള് അതിൻ്റെ എഡിറ്റേഴ്സ് പരിഷ്കരിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഫുട് നോട്ടിൽ ഇട്ടിട്ടുണ്ട്, മലിന വസ്ത്രം എന്നതിന്. നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ ഇപ്പോൾ വായിക്കണ്ട, വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ഇപ്പോൾ ഈ ബൈബിൾ വാങ്ങിക്കുമ്പോൾ വായിച്ചാൽ മതി. മനസ്സിലായോ? മലിന വസ്ത്രം. മനുഷ്യന്റെ സൽപ്രവൃത്തിയെ ബൈബിൾ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ ക്ലോത്ത്. അതാണ് ഹീബ്രു ബൈബിളിൽ അക്ഷരാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ആർത്തവാശുദ്ധിയുള്ള രക്തം, ആർത്തവ രക്തം ഉള്ള വസ്ത്രം, മെൻസ്ട്രൽ ക്ലോത്ത്, മലിന വസ്ത്രം. മനുഷ്യന്റെ സൽപ്രവൃത്തിയെ ബൈബിൾ വിളിക്കുന്ന പേര് പറയൂ, മലിന വസ്ത്രം. അതുകൊണ്ട് കുറേ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് നമ്മൾ, ശരിയാണ്. ഭിക്ഷക്കാരന് പൈസ കൊടുത്തിട്ടുണ്ട്, പാവപ്പെട്ടവനെ സഹായിച്ചിട്ടുണ്ട്, കൊച്ചുങ്ങൾക്ക് ട്യൂഷൻ ഫീസ് കൊടുത്തിട്ടുണ്ട്, പിന്നെന്താണ്, വീട്ടിൽ വന്ന ഭിക്ഷക്കാരന് 50 പൈസ കൊടുത്തിട്ടുണ്ട്. എത്ര പൈസ? 50 പൈസ കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ 2 രൂപ കാണിക്കിട്ടിട്ടുണ്ട്. പിന്നെ പള്ളി പണിക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് പറ? കുറേ സൽപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ബൈബിൾ വിളിക്കുന്ന പേര് പറയൂ, ഉറക്കെ പറയൂ. ആണ്ട കിടക്കുന്നു, മലിന വസ്ത്രം.
ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം. ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം. 16-ാം അധ്യായത്തിൽ ഈശോ പരിസയരോട് പറയുന്നുണ്ട്. 15 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു. കാരണം നിങ്ങൾ ചെയ്ത പ്രവൃത്തികളിൽ മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത്, മനുഷ്യൻ കൈയടിച്ചത് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ അത് ഇട്ടപ്പോൾ അതിനടിയിൽ ഒരുപാട് പേര് ലൈക്കും കമൻറ്റും തന്നു. എന്താണ്? നിങ്ങൾ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് നിങ്ങൾ അവരെ സഹായിച്ചിട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എല്ലാവരും ലൈക്ക് മേടിച്ചു, കമൻറ്റ് മേടിച്ചു. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുകയാണ്, മനുഷ്യൻ കൈയടിച്ചത് ദൈവത്തിൻ്റെ കണ്ണിൽ നികൃഷ്ടമാണ്. നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞൊരു വാക്കാണ് നികൃഷ്ടമാണ്. എന്താണ് ആ വാക്ക്? നികൃഷ്ടം, മ്ലേച്ഛം. പണ്ട് ഞങ്ങളുടെ സെമിനാരിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സീനിയർ ബാച്ചിൽപ്പെട്ട ഒരു സഹോദരന്മാരെല്ലാം കൂടെ തിരുവാതിര കളിച്ചു. ഹലോ, ആരാ കളിച്ചേ? സഹോദരന്മാർ, അച്ഛനാവും പഠിക്കുന്ന പിള്ളേര്, സെമിനാരിക്കാർ, ബ്രദേഴ്സ്, ഞങ്ങളുടെ സീനിയേഴ്സ് എല്ലാവരും കൂടെ ഒരു പ്രോഗ്രാമിന് തിരുവാതിര കളിച്ച്. ഇത് പെണ്ണുങ്ങൾ കളിക്കുന്ന കളിയാണെന്നാണ് എൻ്റെ വിചാരം. ആണോ? ആണുങ്ങൾ കളിക്കാറുണ്ടോ അത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉമാര് കളിക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളത് തിരുവാതിര. അപ്പോൾ ഈ തിരുവാതിര കളിക്കണമെങ്കിൽ പാൻറ് ഷർട്ട് വിട്ട് കളിക്കാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം? മുണ്ടോ സാരി ഉടുക്കണം. അതെ, സാരി ഉമാര് സാരിയാണ് ഉടുത്തേ. സാരി ഉടുക്കണമെങ്കിൽ സാരിക്ക് എന്ത് വേണം? ബ്ലൗസ് വേണം. സാരിക്ക് ബ്ലൗസ് വേണം. അപ്പോൾ ഈ എല്ലാവരും ഞാനൊക്കെ നെഞ്ച് വിരിവ് കുറഞ്ഞ ആളാണ്. പക്ഷെ ഞാനീ പറയുന്ന ബാച്ചിലുള്ള മിക്കവാറും ഉള്ളവന്മാർ നല്ല നെഞ്ച് വിരിവുള്ളവന്മാരാണ്. അപ്പോൾ അതിന് പറ്റിയ ബ്ലൗസൊക്കെ ഒപ്പിച്ചെടുക്കാൻ ഒത്തിരി പാടുപെട്ടു. അപ്പോൾ എവിടുന്നോ ബ്ലൗസൊക്കെ തപ്പി പിടിച്ചോണ്ട് വന്ന് ബ്ലൗസെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ബ്ലൗസും സാരിയും കൂടി ഇട്ട് രംഗത്ത് വന്നവരെ കണ്ടിട്ട്, ഈ തിരുവാതിര കണ്ടിട്ട്, ഇത് വിലയിരുത്താനിരുന്ന ഞങ്ങളുടെ ഒരു അച്ഛൻ ആ പേപ്പറിനകത്ത് എഴുതി വെച്ചു, മ്ലേച്ഛം. മ്ലേച്ഛം. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. നമ്മുടെ സൽപ്രവൃത്തികളെല്ലാം കണ്ടിട്ട് ദൈവം നോട്ട് പാഡ് എടുത്ത് എഴുതി വെക്കുന്നു, മ്ലേച്ഛം. പള്ളി പണിക്ക് കൊടുത്തത്, കുരിശടി പണിയാൻ കൊടുത്തത്, ധ്യാനകേന്ദ്രം പണിയാൻ കൊടുത്തത്, പിന്നെ അതിന് എല്ലാത്തിനെയും കുറിച്ചും ബൈബിള് പറയുന്ന പേര് മ്ലേച്ഛം. എന്തോരം കാശ വെറുതെ കളഞ്ഞേ. ഇനി 5 പൈസ ആർക്കും കൊടുക്കത്തില്ല. മ്ലേച്ഛം. മനുഷ്യരുടെ കണ്ണിൽ ഉത്കൃഷ്ടമായത് ദൈവത്തിന്റെ കണ്ണിൽ നികൃഷ്ടമാണ്. നമ്മൾ നല്ലവരല്ല എന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നമ്മൾ ഈ ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ചാലും നമ്മൾ നല്ലവരല്ല എന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് മനോഹരമായൊരു വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ അവസാനം 23 മുതൽ. പെസഹാ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ഒരുപാട് പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അവരെന്ത് ചെയ്തു? അവനെ വിശ്വസിച്ചു. അവരെന്ത് ചെയ്തു ചേച്ചി? ചേച്ചി പറ. അവരെന്ത് ചെയ്തു? അവനെ വിശ്വസിച്ചു. പെസഹാ തിരുനാളിൽ അവൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് അനേകം പേര് അവനെ വിശ്വസിച്ചു. അടുത്ത വാക്യം, അവനാകട്ടെ അവരെ ആണ്ട കിടക്കുന്നു. യേശുവിനെ വിശ്വസിച്ചവരെ യേശു വിശ്വസിച്ചില്ലെന്ന്. യേശുവിനെ വിശ്വസിച്ചവരെ യേശു വിശ്വസിച്ചില്ലെന്ന്. ഇവിടെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരാണോ? ആണോ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. എന്താണ്? യേശുവിനെ വിശ്വസിച്ചവരെ അവൻ വിശ്വസിച്ചില്ല. കാരണം എന്താണ്? കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം
അവൻ ആവശ്യമായിരുന്നില്ല. കാരണം മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു. മനസ്സിലായോ? നീ ഈ 50 രൂപ കൊടുത്തോണ്ട് നീ നല്ലവനല്ലെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ബൈബിൾ മനുഷ്യന്റെ സൽപ്രവൃത്തികളെ വിളിച്ചു മലിനവസ്ത്രം. ഇനി ലൂക്കായുടെ സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങൾ. ലൂക്ക 11:10 മുതൽ. എന്തെന്നാൽ ചോദിക്കുന്ന ആർക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഇനി ഈശോ ഒരു ഉപമ പറയുകയാണ്, ഒരു അനാലജി. നിങ്ങളിൽ ഏതൊരു അപ്പനാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത്, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുന്നത്? മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ നല്ലവരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ. നിങ്ങളുടെ ബൈബിളിൽ എങ്ങനെ? മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ വളരെ നല്ലവരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ. എന്താണ് നിങ്ങളുടെ ബൈബിൾ എങ്ങനെയാണ്? എൻ്റെ ബൈബിളിലും അങ്ങനെ തന്നെയാണ്. എന്താണ്? ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മക്കളെ നന്നായിട്ട് നോക്കുന്ന നല്ല മാതാപിതാക്കന്മാരെ ഈശോ വിളിക്കുന്ന പേര് ദുഷ്ടർ. നല്ല പേരൻസിനെയാണ് വിളിക്കുന്നത്. കള്ളുപിടിച്ച് വഴി കിടക്കുന്ന അപ്പനെ അല്ല, നല്ല പേരൻസിനെ. രാപകലില്ലാതെ എല്ലുമുറിയെ കഷ്ടപ്പെട്ട് കഴുതയെ പോലെ പണിയെടുത്ത് മക്കളെ നോക്കുന്ന നല്ല പേരൻസിനെ യേശു വിളിച്ച പേര്, മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ. Therefore, കൺക്ലൂഷൻ, ജഡത്തിൽ ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തിക്കും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരു വിലയില്ല. ഷോക്കിംഗ് അല്ലേ? ഷോക്കിംഗ്. ഒരു വിലയില്ല. പാപത്തിൻ്റെ ഈ 4 തലങ്ങൾ വെച്ചിട്ട് ഇനി നിങ്ങൾ പറ, നിങ്ങൾ സ്വർഗത്തിൽ പോവോ? 100-ൽ 100 പറഞ്ഞേ സ്വർഗത്തിൽ പോകണമെങ്കിൽ. അങ്ങനെയാണ് പറഞ്ഞേ. 100-ൽ 100 സ്വർഗത്തിൽ പോണേ. 100-ൽ ദൈവം പരിശുദ്ധനാണ്, അശുദ്ധമായതൊന്നും മ്ലേച്ഛതയോ കൗടില്യമോ പ്രവർത്തിക്കുന്ന ആരും അവിടെ പ്രവേശിക്കത്തില്ലെന്നാണ് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങളും പോത്തില്ല, നിങ്ങളെ ഇത് പ്രബോധിപ്പിച്ച ഞാൻ ഒട്ടുമേ പോത്തില്ല. മനസ്സിലായല്ലോ? 100-ൽ 100 പോയിട്ട് നിങ്ങളുടെ മാർക്ക് എത്ര? 100-ൽ നിങ്ങൾക്ക് പിള്ളേരൊന്നും പറയണ്ട, നിങ്ങളധികം മാർക്ക് വാങ്ങിക്കാറായിട്ടില്ല. അല്ല നിങ്ങൾക്ക് നല്ല മാർക്കാണ്. മാർക്ക് പോയവരോട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് 100-ൽ എത്ര മാർക്ക് കിട്ടും? സത്യസന്ധമായിട്ട് പറ. ദൈവം നൽകിയ കൽപ്പനകളെല്ലാം പാലിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് 100-ൽ എത്ര മാർക്ക് കിട്ടും? 0 ഒന്നുമല്ല, അത് പറയണ്ട. നിങ്ങൾ 0 ഒന്നുമല്ല, ഒരു അര മാർക്ക് കിട്ടും. എത്ര കിട്ടും? അല്ല, നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പെർഫോമൻസ് കുറച്ചൊക്കെ എനിക്കറിയാം. ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു 8 മാർക്ക് കിട്ടും. 100-ൽ 8 കിട്ടും. എനിക്കൊരു 5.5 കിട്ടും. ഓക്കെ, എനിക്കൊരു 5.5 കിട്ടും, നിങ്ങൾക്കൊരു 8 കിട്ടും. എന്നെ കാണുമ്പോഴെല്ലാം നിങ്ങൾക്ക് സന്തോഷമാണ്. എന്താ കാര്യം? അച്ഛനെക്കാളും ഞങ്ങള് വെച്ചവാണ്, അല്ലേ? പക്ഷേ പാസ് മാർക്ക് എത്ര? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? 5 കിട്ടിയവനും 8 കിട്ടിയവനും 80 കിട്ടിയവനും 99.5 കിട്ടിയവനും ഇവിടെ തോറ്റവരാണ്. ഒറ്റ ഒരുത്തനും കയറാൻ പോണില്ല. പിന്നെ നമ്മുടെ ഏക സന്തോഷം എല്ലാവരും തോറ്റതാണല്ലോ എന്നുള്ളതാണ് നമുക്കുള്ള ഏക സന്തോഷം. മനസ്സിലായില്ലേ? നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ തോറ്റു, പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റു. വീട്ടിൽ ചെന്ന് പറയും, അമ്മ ഞാൻ തോറ്റോ? ഭദ്രകാളിക്ക് ഭ്രാന്ത് പിടിക്കുന്നവരാണ് പിള്ളേര് തോറ്റെന്ന് പറയുമ്പോൾ അമ്മമാർക്ക്. ഓൾറെഡി ഭദ്രകാളിയാണ്, അതിന് ഭ്രാന്തോടെ പിടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ അതാണ് അമ്മ. ഈ നമ്മുടെ ഈ ഭൂമി മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട അമ്മമാരെല്ലാം ആ അനാലജി ചേരുന്നതാണ്. അവർക്കല്ല ഒരുമാതിരിപ്പെട്ട, എൻ്റെ അമ്മ ഉൾപ്പെടെ എന്താണ് എല്ലാം. ഈ പിള്ളേര് പരീക്ഷയ്ക്ക് തോറ്റെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ഭ്രാന്താണ്.
അപ്പോൾ എന്ത് ചെയ്യുന്നു? വീട്ടിലുള്ള സകലമാന ആയുധങ്ങളും അല്ലേ, കടത്തനാട് അമ്പാടിപ്പുരയിൽ അമ്മ എല്ലാ ആയുധങ്ങളും പുറത്തെടുക്കും. എന്തൊക്കെയാണ്? ചരവ, തവി, പിന്നെ തവിക്കണ, പിന്നെ സ്പൂണ്, പിന്നെ ഇങ്ങനെയുള്ള സ്മാരകായുധങ്ങൾ കൊണ്ടായിരുന്നു നമ്മൾ അടി വാങ്ങിച്ചത് മുഴുവൻ. എൻ്റെ നടുവേദനയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം, എനിക്കിപ്പോൾ ഡൗട്ടുണ്ട്, ഈ അടിയാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഒരുപാട് അടി വാങ്ങിച്ചാണ് പരീക്ഷയ്ക്ക് തോറ്റതിൻ്റെ പേരിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ സമർത്ഥരായ നമ്മൾ വീട്ടിൽ വന്ന്, അമ്മ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റമ്മ തോറ്റ്, നീ തോറ്റോ എന്ന് പറഞ്ഞ് ഉഗ്രരൂപം പൂണ്ട് അമ്മ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ പറയുന്നു, ഞാൻ മാത്രമല്ല അമ്മേ, എല്ലാവരും തോറ്റു. അപ്പുറത്തെ ബൈജു, ഇപ്പുറത്തെ ഷിജു, അപ്പുറത്തെ വാവു, എല്ലാവരും തോറ്റമ്മേ. അമ്മ തവി അവിടെ വെച്ചു, ചെരവ കൊണ്ട് സ്വസ്ഥാനത്ത് വെച്ചു. എല്ലാവരും തോറ്റോ എന്നാ കുഴപ്പമില്ല. നമ്മുടെ ഏക സമാധാനം എല്ലാവരും തോറ്റെന്നുള്ളതാണ്. ഈ പരീക്ഷയിലെല്ലാം തോറ്റു കിടക്കുകയാണ്. അച്ഛനും തോറ്റു, കപ്പ്യാരും തോറ്റു, മെത്രാനും തോറ്റു, മാർപ്പാപ്പയും തോറ്റു, സകല എണ്ണവും ഈ പരീക്ഷയിൽ തോറ്റു കിടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ 100-ൽ 100 ആർക്കുമില്ല. പാപത്തിൻ്റെ 4 തലങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നു. നമുക്കാകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം നമ്മൾ ചെയ്ത കുറേ നന്മ പ്രവൃത്തിയായിരുന്നു. ശരിയല്ലേ? അതായത് മനസമാധാനത്തോടെ നമ്മൾ കിടന്നുറങ്ങിയത് മുഴുവൻ എന്തിൻ്റെ പേരിലാ? മനസ്സിലായി? ഞാൻ കണ്ടതാണ്. അയാൾ 50 രൂപ ഇട്ടപ്പോൾ ഞാൻ 100 രൂപ ഇട്ടതായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഏക ആശ്വാസം. അയാൾ 500 കൊടുത്തെടുത്ത് ഞാൻ 5000 കൊടുത്താണ്. ഇതായിരുന്നു എൻ്റെ ഏക ആശ്വാസം. നമ്മൾ ചെയ്തു കൂട്ടിയ കുറേ നന്മ പ്രവൃത്തികൾ കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ശരിയല്ലേ? അപ്പസ്തോലിക വിശ്വാസം, അപ്പസ്തോലിക പ്രബോധനം ലോകത്തോട് പറയുന്നു, മനുഷ്യന് അവൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് റോമാലേഖനത്തിന്റെ 1, 2, 7 അധ്യായങ്ങൾ വായിച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു മനുഷ്യനും നീതിമാനായിട്ട് ഇല്ല. അതുകൊണ്ട് സ്നാപക യോഹന്നാൻ നമ്മളെ ഒരു ഓമന പേരിട്ട് വിളിച്ചു, അണലി സന്തതികളെ. എന്താ വിളിച്ചേ? അണലി സന്തതികളെ. എന്താ കാര്യം അണലി സന്തതി എന്ന് വിളിച്ചതിന്റെ കാര്യം? അണലിയുടെ അകത്ത് എന്താ കിടക്കുന്നേ? വിഷം. ഇത് അണലി ലോകയിട്ടാലും, അണലിയെ മെത്രാനാക്കിയാലും, അണലിയെ ശബരിയാറ് വട്ടം കൊടുത്താലും, അണലിയെ മുഖ്യമന്ത്രിയാക്കിയാലും, അണലിയെ പ്രധാനമന്ത്രിയാക്കിയാലും, അണലി ആരാണ്? അണലി ഈ സ്റ്റിൽ അണലി. മനസ്സിലായോ? അണലിയെ ഇനി നിങ്ങൾ എന്നാ പൗഡർ ഇട്ടാലും അണലി തന്നെയാണ്. അണലിയുടെ അകത്ത് വിഷമുണ്ട്. ഈ പള്ളിയുടെ, പഴയ പള്ളിയുടെ ഓട് മേഞ്ഞ പഴയ പള്ളിയുടെ ഉത്തരത്തിൽ മരപ്പെട്ടി കയറി. മരപ്പെട്ടി മനസ്സിലോ? മരപ്പെട്ടി എന്താണ്? ഓക്കെ, മരപ്പെട്ടി എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. മനസ്സിലായോ? അതൊരു ജീവിയാണ്. അതിങ്ങനെ ഉത്തരത്തിലൊക്കെ മേളിലൊക്കെ കയറിയിരിക്കും. മരപ്പെട്ടി. പഴയ പള്ളികളുടെ അകത്തൊക്കെ ഈ മേളിലൊക്കെ മരപ്പെട്ടി കയറിയിരിപ്പുണ്ട്. കഴിഞ്ഞ 47 കൊല്ലമായിട്ട് ഈ മരപ്പട്ടി കണ്ട കുർബാനയുടെ കണക്ക് നിങ്ങൾക്കറിയാവോ? ഈ ഇടവകയിലെ ആര് കണ്ടതിനേക്കാളും കുർബാന ഈ മരപ്പട്ടി കണ്ടിട്ടുണ്ട്. വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ? മരപ്പട്ടി ഈസ് സ്റ്റിൽ മരപ്പട്ടി. അപ്പൊ രക്ഷയില്ലെന്ന് മനസ്സിലായോ? സെക്കൻഡ് സാറ്റർഡേ വന്നുകൊണ്ട് അങ്ങൊരു ഗുണമുണ്ടായോ? ഒറ്റ ഒരുത്തൻ സ്വർഗത്തിപ്പാൻ പോണില്ല. എല്ലാം തോറ്റു കിടക്കാണ്. റോമാലേഖനം 3-ാം അധ്യായം. എല്ലാവരും തോറ്റു കിടക്കാണ്. 3-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. 3:9, റോമൻസ് 3:9, 9 മുതലുള്ള വാക്യങ്ങൾ. 3-ാം അധ്യായം 9 മുതൽ വായിച്ചേ. അപ്പോഴെന്ത്? യഹൂദരായ നമുക്ക് വല്ല മേന്മയുമുണ്ടോ? ഇല്ല, അശേഷമില്ല. യഹൂദരും ഗ്രീക്കുകാരും ക്രിസ്ത്യാനികളും പള്ളിക്കാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് നമ്മൾ മുമ്പേ കുറ്റപ്പെടുത്തിയല്ലോ. എല്ലാവരും ഈ സർവ്വലോകവും
പാപനുകത്തിന്റെ കീഴിൽ നിൽക്കപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിന് കീഴിലാണ് സർവ്വലോകവും. എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് നാം മുമ്പേ കുറ്റപ്പെടുത്തിയതാണല്ലോ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല. ഗ്രഹിക്കുന്നവൻ ആരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, ഒന്നടങ്കം പ്രയോജനരഹിതരായി. ദയ കാണിക്കുന്നവനില്ല, ഒരുവനുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവരുടെ എന്നുള്ളിടത്ത് ഞങ്ങളുടെ എന്ന് വായിച്ചോ കേട്ടോ. ഞങ്ങളുടെ എന്ന് വായിച്ചോ, എന്നാ കുറച്ചുകൂടെ എളുപ്പം. വായിച്ചോ: ഞങ്ങളുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, ഞങ്ങളുടെ അധരങ്ങളുടെ കീഴിൽ സർപ്പവിഷമുണ്ട്, ഞങ്ങളുടെ വായ് ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വെമ്പുന്നു, ഞങ്ങളുടെ വഴികളിൽ നാശവും ദുരിതവും, സമാധാനത്തിന്റെ വഴി ഞങ്ങൾക്കറിഞ്ഞുകൂടാ, ഞങ്ങളുടെ കൺമുമ്പിൽ ദൈവഭയമില്ല. നിയമം അനുശാസിക്കുന്നതെല്ലാം നിയമത്തിന് കീഴിലുള്ളവരോടാണ് പറയുന്നത്, നമുക്കറിയാം. ഇത് അടുത്ത വാക്യം വളരെ ശ്രദ്ധിക്കുക. ഇത് എല്ലാ അധരങ്ങളും നിശബ്ദമാക്കപ്പെടാനും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുന്നവരാണെന്ന്, കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ്. എല്ലാ ആളുകളും, അതായത് അപ്പസ്തലൻ പറയാണ്, ഇനി നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം: ഒരൊറ്റ ഒരുത്തം പോലും നീതിമാനായിട്ടില്ല, ഒറ്റ ഒരുത്തം പോലും നീതീകരിക്കപ്പെട്ടവനില്ല. ഒരാൾക്ക് പോലും ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ പറ്റില്ല. പാപത്തിൻ്റെ ഈ 4 തലങ്ങളിലൂടെ നാം നമ്മെ വിലയിരുത്തുമ്പോൾ നമ്മൾ നഷ്ടപ്പെടാനും നശിക്കാനും മാത്രം യോഗ്യതയുള്ളവരാണ്. നമ്മൾ ആരും തന്നെ നിത്യജീവൻ അവകാശികളാകാൻ സ്വാഭാവിക യോഗ്യതയുള്ളവരല്ല. നമ്മളെല്ലാവരും തന്നെ നശിക്കാൻ സാധ്യതയുള്ളവരാണ്, നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ്. ലോകം മുഴുവൻ എല്ലാ അധരങ്ങളും എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തനും ഇനി ക്ലെയിം ചെയ്യാനില്ല, ഞാൻ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ അധരങ്ങളും നിശബ്ദമാക്കപ്പെടാനും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ അക്കൗണ്ടബിൾ ആണ്, ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്, കണക്ക് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. കണക്ക് ബോധിപ്പിക്കേണ്ടതിനും വേണ്ടിയാണിത്. എന്തെന്നാൽ നിയമത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരാളും അവിടുത്തെ സന്നിധിയിൽ അതായത് പ്രവൃത്തി ചെയ്ത് ഒരാളും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. നമുക്ക് നിയമം ഉള്ളത് കൊണ്ട് പാപത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുന്നേ ഉള്ളൂ. നിയമമുണ്ട്, എന്താണ്? മോഷ്ടിക്കരുത്. ഈ നിയമം ഉള്ളത് കൊണ്ടാണ് 50,000 രൂപ കട്ടെടുത്താൽ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പാവിയാണെന്ന് എനിക്ക് മനസ്സിലായത് എന്തുള്ളത് കൊണ്ടാണ്? നിയമം ഉള്ളത് കൊണ്ടാണ്. ഒരു നിയമം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇത് എടുക്കരുത്. എടുത്താൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത് എടുക്കരുതെന്നുള്ള നിയമം ഉള്ളത് കൊണ്ടാണ്. അപ്പം നിയമം ഉള്ളത് കൊണ്ട് പാപത്തെക്കുറിച്ച് അറിവുണ്ടാകുമെന്നേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഉപസംഹാരം എങ്ങനെയാണ്? അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, നമുക്ക് നീതീകരിക്കപ്പെടണമെങ്കിൽ, നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ, നമ്മൾ പരിശുദ്ധരാക്കപ്പെടണമെങ്കിൽ, നമുക്ക് നിത്യത കിട്ടണമെങ്കിൽ, ശ്രദ്ധിക്ക്, ഒരു രക്ഷകനില്ലാതെ നമ്മൾ രക്ഷ പ്രാപിക്കില്ല. ഇപ്പൊ പിടികിട്ടിയോ? ഇതാണ് അപ്പസ്തോലന്മാര് നമ്മളെ ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന ബോധ്യം. ഒരുവനും സ്വന്തം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടില്ല. ഇനി നിങ്ങൾക്ക് അതിന് വിശദീകരണം ആവശ്യമുണ്ടോ? പ്രവൃത്തിയിൽ പാപം ചെയ്തിട്ടുണ്ട്, ചിന്തയിൽ പാപം ചെയ്തിട്ടുണ്ട്, അവയവങ്ങളിൽ പാപം കിടക്കുകയാണ്, നല്ല പ്രവൃത്തികൾ ചെയ്തതിനകത്തും പാപമുണ്ട്. അപ്പം മനുഷ്യൻ ആത്യന്തികമായി പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു. അവന് സ്വയം നീതീകരിക്കപ്പെടുക സാധ്യമല്ല, അവന് സ്വയം രക്ഷപ്പെടുക സാധ്യമല്ല, അവന് സ്വയം ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. ഇത്ര മനസ്സിലായോ? ഈ ക്യാൻവാസിലാണ് സുവിശേഷം എന്ന ചിത്രം വരയ്ക്കപ്പെടാൻ പോണത്. പിടികിട്ടുന്നോ? ഈ ചുവരിലാണ് സുവിശേഷം എന്ന മനോഹര ചിത്രം ദൈവം വരച്ചത്. സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല ആർക്കും, ഒരു മതത്തിൽപ്പെട്ടവനും സ്വയം രക്ഷ പ്രാപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീതീകരിക്കപ്പെടണമെങ്കിൽ ദൈവം നീതീകരിക്കണം. ആ നീതീകരിക്കാനുള്ള വഴിയാണ് ഇനി അടുത്ത വാക്യത്തിൽ പറയും 21 മുതൽ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ വാക്കുകൾ ഓരോന്നും മനസ്സിലാക്കി പോകണം.
നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയ ദൈവനീതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേട്ടാലേ ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂ. പഴയ നിയമ ഗ്രന്ഥത്തിൽ, പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിൽ, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്, ദൈവം നിങ്ങളെ നീതീകരിക്കും, നിങ്ങൾ നീതിയുള്ളവരായി മാറും, അവൻ നിങ്ങളെ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കും, നിങ്ങൾ നീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടും, നീതിയുടെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നു തരും. പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട് ദൈവം നീതീകരിക്കുന്നതിനെ കുറിച്ച്. എസെക്കിയേൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി അവർക്ക് മാംസള ഹൃദയം നൽകും, ഞാൻ അവരുടെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ അവരെ ശുദ്ധീകരിക്കും. അങ്ങനെ ദൈവം നമ്മെ നീതീകരിക്കുമെന്ന് ദൈവം പഴയ നിയമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. അതാണ് നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയ ദൈവനീതി. നിയമത്തിലൂടെ അല്ലാതെ എന്ന് പറഞ്ഞാൽ നിയമാനുഷ്ഠാനത്തിലൂടെ അല്ലാതെ, പ്രവർത്തികളിലൂടെ അല്ലാതെ, നമ്മുടെ പരിശ്രമം കൊണ്ടല്ലാതെ. പിടികിട്ടുന്നോ? നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയ ദൈവനീതി നമ്മുടെ അധ്വാനം കൊണ്ടല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണ്? അടുത്ത വാക്യം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഒരാൾ നീതീകരിക്കപ്പെടുന്നത്? പ്രവർത്തികളിലൂടെയല്ല, മറിച്ച് യേശുക്രിസ്തു, എന്തെങ്കിലും വിശ്വസിക്കുകയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് വഴി സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാമോ? ഒരു കാര്യം ശ്രദ്ധിക്കാമോ? എന്തുകൊണ്ടാണ് നമ്മൾ സുവിശേഷകർ യേശുവാണ് ഏകരക്ഷകൻ എന്ന് പറയുന്നത്? യേശുവാണ് ഏകരക്ഷകൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മനുഷ്യനും സ്വന്തം പരിശ്രമത്താലോ പ്രവൃത്തിയാലോ നന്മപ്രവൃത്തികളാലോ രക്ഷപ്പെടുക സാധ്യമല്ല. രക്ഷപ്പെടണമെങ്കിൽ ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. അങ്ങനെ ലോകത്തെ രക്ഷിക്കാൻ ദൈവം മനുഷ്യനായി മനുഷ്യന്റെ വേഷം എടുത്ത് മനുഷ്യന് വേണ്ടി സഹിച്ച് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് മനുഷ്യരാൽ കൊല്ലപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യനെ നീതീകരിച്ചതിൻ്റെ കഥയാണ് സുവിശേഷം. ആ സുവിശേഷത്തിന്റെ ആ രക്ഷാകര സംഭവം പറയുന്നു, ഒരു മനുഷ്യനും സ്വന്തം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ പറ്റില്ല. നീതീകരിക്കപ്പെടണമെങ്കിൽ അവൻ യേശുക്രിസ്തു വഴി മാത്രമേ നീതീകരിക്കപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി യേശു അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു മനുഷ്യനും സ്വന്തം പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടാൻ പറ്റില്ല. എന്നോട് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചില്ലേ, എങ്ങനെയാണ് വിജാതീയരോട് സുവിശേഷം പറയുന്നത്? ഇത് ഇങ്ങനെയാ പറയുന്നത്. എങ്ങനെയാ പറയണേ? ഒരു മനുഷ്യനും സ്വന്തം കർമ്മങ്ങളാൽ നീതീകരിക്കപ്പെടുക സാധ്യമല്ല. എന്തുകൊണ്ട്? മനുഷ്യന് പ്രവൃത്തി പാപമുണ്ട്, മനോഭാവത്തിൽ പാപമുണ്ട്, അവയവങ്ങളിൽ പാപമുണ്ട്, അവൻ ചെയ്യുന്ന നന്മയ്ക്കകത്തും പാപമുണ്ട്. കിട്ടിയോ ലോജിക്ക്? അപ്പൊ ഒരു മനുഷ്യന് സ്വന്തം പരിശ്രമത്താൽ നീതീകരിക്കപ്പെടുക സാധ്യമല്ല. അവൻ നീതീകരിക്കപ്പെടണമെങ്കിൽ അവന്റെ പാപത്തിനാരെങ്കിലും പരിഹാരം ചെയ്ത് അവനെ ആരെങ്കിലും സൗജന്യമായി നീതീകരിക്കണം. യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു വിശ്വാസത്താൽ. അതായത് നമ്മൾ വിശ്വസിക്കുമ്പോൾ അവന്റെ രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു നൽകി. ദൈവം തൻ്റെ ക്ഷമയിൽ
നമ്മുടെ മുൻപാപങ്ങൾ അവഗണിച്ചുകൊണ്ട് തൻ്റെ നീതി പ്രകടിപ്പിച്ചു. തൻ്റെ നീതിയും താൻ നീതിമാനാണെന്നതും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതിമൽക്കരിക്കുന്നവനാണെന്നും ഇക്കാലത്ത് സ്പഷ്ടമാക്കാനാണിത്. അതുകൊണ്ട് നമ്മുടെ വമ്പ് പറച്ചിലിവിടെ അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഏത് നിയമത്താൽ? പ്രവൃത്തികളുടേതോ? അല്ല, വിശ്വാസത്തിന്റെ നിയമത്താൽ. എന്തെന്നാൽ നിയമത്തിന്റെ പ്രവൃത്തികൾ കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നെന്ന് നാം കണക്കാക്കുന്നു. ദൈവം യഹൂദരുടേത് മാത്രമാണോ? ജനതകളുടേതുമല്ലേ? അതെ, ജനതകളുടേതുമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. അവിടുന്ന് വിശ്വാസത്താൽ പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും നീതീകരിക്കും. ആകയാൽ വിശ്വാസത്താൽ നാം നിയമത്തെ ഇല്ലാതാക്കുകയാണോ? ഒരിക്കലുമല്ല, നിയമത്തെ ഉറപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, അതായത് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, നമ്മൾ നിത്യജീവൻ അവകാശമാക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, അപ്പോൾ ഇനി ഒന്നും പ്രവർത്തിക്കണ്ടേ? അതിൻ്റെ ഉത്തരം അപ്പോസ്തലൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ഇപ്പൊ പറയുകയാണ്, നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചേക്കാം, നിങ്ങൾ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നത്? അതിൻ്റെ ഉത്തരം ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് അവൻ്റെ ഒരു പ്രവൃത്തിയാലുമല്ല, യേശുക്രിസ്തുവിൻ്റെ കൃപയാലാണ്. ആ കൃപ ഒന്നും പ്രവർത്തിക്കാത്ത കുഞ്ഞിനും എല്ലാം പ്രവർത്തിച്ച നമുക്കും എല്ലാം ഒരുപോലാണ്. അതായത് ഒരു പ്രവൃത്തിയാലുമല്ല മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ വിശ്വാസം ഈ കുഞ്ഞിന് കൊടുക്കുമെന്ന് ഉറപ്പുള്ള ഒരു സമൂഹം, ഒരു സഭ ആ കുഞ്ഞിന് യേശുക്രിസ്തു വഴിയുള്ള നീതീകരണം അതിനറിവാകുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുകയാണ്. കാരണം ഇതിനറിവായാലും ഇതൊന്നും ചെയ്തിട്ടല്ല ഇതിനിത് കിട്ടാൻ പോണേ. മനസ്സിലാവുന്നോ? ഒരു പ്രവൃത്തിയാലും അല്ല, ഇത് ഫ്രീ ആണ്. ഫ്രീ ഗിഫ്റ്റ്. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി, അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഈ വചനം കേട്ട നമ്മൾ, പ്രിയ മക്കളെ, നമ്മൾ വിശ്വാസം എന്നതിന് തത്തുല്യമായ ഒരു ഹീബ്രു വാക്കാണ് ആമേൻ. മനസ്സിലായ? വിശ്വാസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അവരുപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ആമേൻ. ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, നിങ്ങൾ യേശുവിൻ്റെ കുരിശിലെ രക്ഷയ്ക്ക് ആമേൻ പറയുമോ? അതായത് യേശു നിങ്ങളെ വീണ്ടെടുത്തുവെന്ന് നിങ്ങൾ ആമേൻ പറയുമോ? അപ്പോൾ അതാണ് നമ്മൾ ഏറ്റു പറയുന്നത്. ഞാൻ രക്ഷപ്പെടുന്നത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ആര് സ്വർഗത്തിൽ പോയില്ലെങ്കിലും ഞാൻ പോവും. നിങ്ങളാരും പോയില്ലെങ്കിലും ഞാൻ പോവും. നിങ്ങൾ പോകുന്നുള്ളത് നിങ്ങളുടെ കാര്യം. ഞാൻ പോവും. എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ പ്രവൃത്തികളാലല്ല, എനിക്കെൻ്റെ യേശുവിലുള്ള വിശ്വാസത്താൽ. ഞാൻ നീതീകരിക്കപ്പെടുന്നത് യേശുവിലുള്ള വിശ്വാസത്താൽ. ഇനി റോമാലേഖനം 4 മുതൽ ഈ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇനി 4 മുതലുള്ള തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ മാസം 2ാം ശനിയാഴ്ചയാണ്. ഇപ്പം നിങ്ങളിവിടെ വന്നില്ലെങ്കിലും ഓൺലൈനിൽ ഇത് ലൈവായിട്ടുണ്ടാവും. നിങ്ങളിത് കൂടി ഈ റോമാലേഖനം പഠിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായ അടിസ്ഥാന തത്വങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ലേഖനമാണ്. അതുകൊണ്ട് ഇത് നല്ലതായിട്ട് പഠിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്.